കോൺഗ്രസ് പാർട്ടി 3-ാം സ്ഥാനത്ത് ഉച്ചുകുത്തി തീർച്ചയായിട്ടും അത് സംഭവിക്കും. മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. അതോട് ഈ പാർട്ടിയുടെ അധോഗതിയായിരിക്കും. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാർട്ടിയുടെ കാര്യം അധോഗതി എന്ന് പറഞ്ഞ പാലോട് രവിയുടെ ഗതി രാജിയിൽ അവസാനിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി. വോട്ടർ പട്ടിക പുതുക്കൽ ഉൾപ്പെടെ ജോലികൾ ഒരുപാടുണ്ട് ജില്ലാ നേതൃത്വത്തിന്. ഒട്ടും വൈകാതെ തിരുവനന്തപുരം DCCയുടെ താൽക്കാലിക ചുമതല KPCC N ശക്തൻ നൽകി. സാധാരണ ഇപ്പം രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞാൽ കുറെ കൂടി ശ്രദ്ധ വേണമായിരുന്നു. ആ സതുദ്ദേശത്തോടെ പറഞ്ഞതിൽ തന്നെ ജാഗ്രത കുറവ്, അതാണ് കൃത്യമാക്കി. DCC പ്രസിഡന്റ് ചുമതലയിലേക്ക് പരിഗണിക്കുന്നവരുടെയൊക്കെ ആശങ്ക അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുമോ എന്നതാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ഇടതുപക്ഷത്തിനോ BJPക്കോ കഴിയില്ല. കോൺഗ്രസ്സുകാർ തന്നെ എതിരായി വരുമ്പോൾ മാത്രമാണ് പരാജയപ്പെടുന്നത്. മത്സരിക്കാൻ പറഞ്ഞാൽ എനിക്ക് മത്സരിക്കേണ്ടി വരും, അക്കാര്യം സംശയമൊന്നുമില്ല. ജലീലുമായി ഫോണിൽ സംസാരിച്ച സംഭാഷണമാണ് പാലോട് രവിയുടെ കസേര തെറിക്കാൻ കാരണം. ചതി പറ്റിയെന്ന് ജലീൽ മാതൃഭൂമി ന്യൂസിനോട്. പുറത്തുപോയത് പുല്ലമ്പാറ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്ന ശ്രീ രതീഷ്. ഞാൻ ഇദ്ദേഹത്തെ വിശ്വസിച്ച് ഞാൻ ചെയ്തതാണ്. ഇദ്ദേഹം ഒരു വഞ്ചകനാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. DCC പുനഃസംഘടന പൂർത്തിയാക്കി എത്രയും വേഗം അന്തിമ പട്ടിക പുറത്തിറക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ഒപ്പം നിൽക്കുന്നവർ കാലുവാരുമെന്ന് പാലോട് രവി പ്രാദേശിക പ്രവർത്തകനോട് പറഞ്ഞു. പാലോട് രവിയുടെ കാര്യത്തിൽ സംഭവിച്ചതും അതല്ലേ? T. സരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.